Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ജൂലൈ 22 സ്റ്റാർട്ട് ചെയ്യാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് മെജോറിറ്റി പേപ്പേഴ്സിന്റെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സോ അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഉറപ്പായും ഓരോ പാർട്ടിലും എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ്. സോ ഈ ഒരു വീഡിയോയിൽ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം എംകോമിന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും സബ്ജക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ SI ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ സാധാരണ 3 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് ഇതിൽ നിന്ന് വരാറ്. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹോൾഡിംഗ് കമ്പനി. സോ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം നിർബന്ധമായും പ്രതീക്ഷിക്കാം. SI ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ് സാധാരണ വരാറ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന കോമൺ അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾ എന്തായാലും പഠിച്ച് വെക്കണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേഷൻ, ദെൻ ഗുഡ് വിൽ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്നുള്ള കാൽക്കുലേഷൻ, ദെൻ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ, ഇങ്ങനെ ബേസിക് കാര്യങ്ങളും പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഇപ്പോൾ റിവാലുവേഷൻ ഓഫ് അസെറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അങ്ങനെ 1-2 ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ കംഫർട്ടബിൾ ആയി ചെയ്യാൻ സാധിക്കുന്ന പ്രോബ്ലംസ് തന്നെയാണ് കണ്ടുവരാറ്. അതല്ലാണ്ട് നമുക്ക് ബുക്കിൽ എന്താണ് ഏറ്റവും അവസാനത്തേക്കൊക്കെ പോകുമ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. അങ്ങനത്തെ വരാറില്ല. നിങ്ങൾക്ക് ഇൻ ടൈമിൽ ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന തന്നെയാണ് കണ്ടുവരാറ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് നിർബന്ധമായും പഠിക്കേണ്ടത് അമാൽഗമേഷൻ ആണ്. അമാൽഗമേഷൻ. സോ അമാൽഗമേഷനിൽ നമുക്ക് മെർജർ ഉണ്ട്, അക്വിസിഷൻ ഉണ്ട്. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ടൈപ്പ്. അതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അക്വിസിഷൻ ആണ്. ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ അക്വയർ ചെയ്യുന്നു. സോ അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. മെർജറും എക്സ്പെക്ട് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഫ്രെയിം ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവസാനിച്ച് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ടൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അക്വിസിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നാലേ ശരിയാവുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാം. അതുകൊണ്ട് കൂടുതൽ അക്വിസിഷൻ മോഡലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് അമാൽഗമേഷൻ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യുന്നത് ലിക്വിഡേഷനിൽ നിന്നാണ്. ലിക്വിഡേഷനിൽ നിന്ന് ലിക്വിഡേറ്ററുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് സാധാരണ കണ്ടുവരാറ്. ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്, ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. ചില സമയത്ത് ഇത് 3 വെയിറ്റേജിന്റെ ആയിട്ടും ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ലീസിംഗ് ആണ്. ലിക്വിഡേഷൻ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് ലീസിംഗ് ആണ്. അതിൽ ഫിനാൻഷ്യൽ ലീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ഫിനാൻഷ്യൽ ലീസ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് കൂടുതൽ കണ്ടുവരാറ്. ഓക്കെ, ദെൻ ലീസിങ്ങിന്റെ തിയറി നിർബന്ധമായും പഠിച്ചിരിക്കണം. ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്, ഡിഫറെന്റ് ടൈപ്സ്, അത് 3 and 2 വെയിറ്റേജ് ചോദ്യങ്ങളിൽ മിക്ക പേപ്പറിലും കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ ഈ 4 ടോപ്പിക്കിൽ നിന്നാണ് 3 പ്രോബ്ലംസ് സാധാരണ കണ്ടുവരാറ്. ഇനി തിയറി ചോദ്യം ഒരെണ്ണം വരുന്നത് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്. മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് അത് മുഴുവൻ നോക്കിക്കോളൂ. അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ ഇത് മോഡേൺ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ചില സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഫോറൻസിക് അക്കൗണ്ടിങ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഫോറൻസിക് അക്കൗണ്ടിങ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. അതിൽ നമുക്ക് പല തരത്തിലുള്ള അക്കൗണ്ടിങ് കാണാൻ സാധിക്കും മോഡേൺ കൺസെപ്റ്റിൽ. അതിലേതെങ്കിലും ഒരെണ്ണമാണ് ചിലപ്പോൾ ചോദിക്കുക. ഫോറൻസിക് അക്കൗണ്ടിങ് ആവാം, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മറ്റ് എന്തെങ്കിലും ആവാം. അതല്ലെങ്കിൽ മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ഒരു ചോദ്യം വരാറുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന SI പാർട്ട് ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ 2 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ,
സോ ദാറ്റ്സ് അബൌട്ട് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.